ഇന്ന് ശിവരാത്രിയായിട്ട് ഞാൻ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് പറയാൻ വരുന്നത്. കാരണം പലവർക്കും ചിലവർക്ക് വ്രതം എടുക്കാൻ പറ്റാത്തവരുണ്ടാവും, ചിലവർക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല, ശിവനെ ഒന്നും മനസ്സുരുകി പ്രാർത്ഥിക്കാൻ പറ്റില്ല, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ. എത്ര വീട്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചാലും ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, ഇന്ന് ശിവരാത്രി അല്ലേ, ഒന്ന് അമ്പലത്തിൽ പോകാൻ പറ്റിയതാണെങ്കിൽ അങ്ങനെയൊക്കെ വിഷമിച്ച് ആലോചിച്ചിരിക്കുന്നവരുണ്ടാവും. ചിലവർക്ക് വ്രതം എടുക്കാൻ പറ്റാത്ത വയസ്സായ അമ്മമാരായിക്കോട്ടെ, അതേപോലെ എന്നെ പോലെയുള്ള അമ്മമാരായിക്കോട്ടെ, ചെറിയ കുട്ടികളായിക്കോട്ടെ, അങ്ങനെ പലവരും ഉണ്ടാവില്ലേ. അമ്പലത്തിൽ പോകാൻ പറ്റില്ല ചിലപ്പോൾ അതേപോലെ തന്നെ വ്രതം എടുക്കാൻ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ അയ്യോ ഒരു ഗ്യാസ് കയറും, അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അവര് ചിന്തിക്കും അയ്യോ ശിവരാത്രിക്ക് വ്രതം എടുത്തില്ലെങ്കിൽ ശിവന്റെ അനുഗ്രഹം കിട്ടില്ല, അങ്ങനെയൊക്കെ മനസ്സിലൊരു വിഷമം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ വിഷമമൊന്നും ഇനി വേണ്ട കേട്ടോ. ഇനി അതാലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എന്താ പറയാ ഒരു പ്രത്യേക ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭഗവാനെ ശിവനെ എന്താ പറയാ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഞാൻ പറയുന്ന ഒരു മന്ത്രം ആ ടൈമിൽ നമുക്ക് എത്ര പ്രാവശ്യം എഴുതാൻ പറ്റണോ അത്രയും തവണ ഒരു ബുക്കിൽ നമുക്ക് പേജിൽ എഴുതാം. ഒരു നല്ലൊരു ബുക്ക് എടുത്തിട്ട് ആ പേജിൽ എഴുതാം. അപ്പോൾ അത് നമ്മൾ ആ ടൈമിൻ്റെ ഉള്ളിൽ മാത്രം എഴുതുക. അത് കഴിഞ്ഞ് പക്ഷെ അത് എഴുതുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം വിചാരിക്കുക. എത്ര വലിയ നടക്കാത്ത ആഗ്രഹമാണെങ്കിലും ആ മന്ത്രം ഒന്ന് നമ്മൾ അത് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായാലും അതും ഏറ്റവും വൈകാതെ തന്നെ ആ റിസൾട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയ അനുഭവം ഉള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എനിക്കും തോന്നിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമല്ല, സോറി, ഞാൻ 2 കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ടാണ് അതിപ്പോൾ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി വേണമെന്ന്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ മന്ത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. ഞാൻ ഒരു ഷാർപ്പ് ടൈമാണ്, 11:45 മുതൽ 12:45 വരെയാണ് ആ ടൈം. ആ ടൈമിൽ നമുക്ക് എത്ര തവണ എഴുതാൻ പറ്റണോ അത്രയും തവണ നമുക്ക് എഴുതാം ഒരു ബുക്കിൽ. അത് മനസ്സിൽ നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് ശിവനെ നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് എഴുതുക. ആ ഒരു ആഗ്രഹം മാത്രം നമ്മുടെ മനസ്സിൽ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആ മന്ത്രം എന്താണെന്ന് ഞാൻ പറയാം. ഓം നമഃ ശിവായ എന്നാണ്. അത് നമുക്ക് എത്ര തവണ ആ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ എഴുതാൻ പറ്റണോ അത്രയും തവണ നമ്മൾ എഴുതുക. അപ്പൊ എന്തായാലും നമുക്ക് എത്ര വലിയ നടക്കാത്ത ആഗ്രഹമാണെങ്കിലും അത് നടക്കും. അപ്പൊ അതെനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവപ്പെട്ടതാണ്. അപ്പോൾ അതേപോലെ ഇന്ന് നിങ്ങൾക്കും അതൊരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഇനി വിഷമിക്കരുത്, അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് വ്രതം എടുക്കാൻ പറ്റിയില്ല എന്നൊന്നും ആലോചിച്ച് ഇനി ഒരിക്കലും ഇനി വിഷമിക്കരുത്. ഇനിയിപ്പോൾ കഴിഞ്ഞു. ഇനി വൈകുന്നേരം വ്രതം എടുക്കണം, അതിന് പോലെ അത് 10 ഇരിക്കണം ഒന്നുമില്ല. നമുക്ക് രാത്രി എന്തായാലും കുറച്ച് ഉറങ്ങാം. വ്രതം എടുത്തില്ല ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാത്തവരുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് അലാറം വെച്ച് വേണമെങ്കിൽ 11:45 ഒരു 11:30 ആകുമ്പോൾ എണീച്ചിട്ട് ഒന്ന് കൈമുഖമൊക്കെ കഴുകി ശിവനെ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരു ബുക്കിൽ ആ 11:45 മുതൽ ആ 12:45 വരെ നമുക്ക് എത്ര തവണ എഴുതാൻ പറ്റണോ അത്രയും തവണ നമ്മൾ ഓം നമഃ ശിവായ എന്ന് എഴുതുക. അങ്ങനെ എഴുതിയ ഉറപ്പായാലും നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും നടക്കാത്ത ആഗ്രഹമാണെങ്കിലും അത് നടക്കും. 100% ഉറപ്പാണ്. അപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ നടന്നാണ്. ഇതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവളും എന്നെ വിളിച്ച് ഈ ന്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹാപ്പി ന്യൂസ് പറഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വീഡിയോ ചെയ്യില്ല കേട്ടോ. അവളെന്നെ ഒരു ഉച്ച കഴിഞ്ഞ് 4 മണി 5 മണി ആകുമ്പോഴാണ് വിളിച്ചു പറഞ്ഞത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അത്
നടന്നു എന്ന് അവർ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ടാകും ഈ വീഡിയോ. പക്ഷെ നമ്മൾ അത് എടുത്തു ചാടി ഇടുന്നത് ശരിയല്ലല്ലോ. ചിലപ്പോൾ അത് ചിലവർ വ്യൂസിനാണ് ഫേക്കാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും നമ്മത് ചെയ്യാൻ പറ്റില്ല. ഇത് ശിവരാത്രിയാണ്. അപ്പം എല്ലാവർക്കും എല്ലാ കുടുംബത്തിലും എല്ലാ അംഗങ്ങൾക്കും ശിവന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും പറ്റാവുന്നവര് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും. ഉറപ്പായാലും നിങ്ങൾക്ക് ശിവന്റെ അനുഗ്രഹം കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായാലും എൻ്റെ വീഡിയോയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.